ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ചെറിയ ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ പൊടിപ്പ് മില്ലിൽ പോയതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്തായാലും വണ്ടി പോകുമല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടിക്കകത്ത് കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കിനും അവിടെ ഒരു ചെറിയ അമ്പലത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉത്സവമൊക്കെ ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് പിന്നെ അലിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാറില്ല. ഇതുപോലെ കാണുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് നേരം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആന പോകുന്നതും ഈ ഫ്ലോട്ട് പോകുന്നതും ചെണ്ടമേളക്കാരെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇതൊക്കെ ഒരു കൗതുകം, അങ്ങനെ കാണാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ എല്ലാം അങ്ങ് ബ്ലോക്കായപ്പോഴത്തേക്കിനും പിന്നെ അവിടെ അധിക സമയം നിൽക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരം ഫ്ലോട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. ജംഗ്ഷനിലോട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ബ്ലോക്കൊക്കെ കണ്ട് അതിൽ തലയൊക്കെ വെളിയിലിട്ട് ബ്ലോക്കൊക്കെ കണ്ട് രസം പിടിച്ച് അതിന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഫ്ലോട്ടിലെ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ ഈ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കയറി നിന്ന് ഇതണക്ക് ഡാൻസ് കളിക്കാനും ഫ്രണ്ടിൽ നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുട്ടികളെയൊക്കെ അങ്ങനെ നിർത്തുന്നത് അപകടകരമാണ്, അറിയാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവനെ ഇനി പുറകിലാക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ ഫാക്ടറിയിലാണ്. ടീ ഫാക്ടറിയിൽ എല്ലാവർക്കും അറിയായിരിക്കും, കരിക്കോട് പഴയ സ്റ്റാൻഡിൽ അടുത്തായിട്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മിക്കവാറും ഒക്കെ ഞങ്ങൾ പോയി ചായ കുടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ചായയാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ അലിക്ക് ഇതണക്ക് വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ നൈറ്റ് ഇതണക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവനും അത് ഭയങ്കര ഇഷ്ടമാണ്, നൈറ്റ് ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ടീ ഫാക്ടറിയിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു സ്പോട്ട്. നല്ല സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് വന്ന് ചായ കുടിക്കുന്ന ഒരു ഈവനിങ് ടൈം ചിലവാക്കുന്നൊരു ടൈമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇന്നെന്തോ അലിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. വണ്ടിക്കകത്തിരുന്ന് ഫുള്ള് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരലും ഒക്കെ ആയിരുന്നു. കാരണം അവനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് പതുക്കെ വണ്ടിയെടുത്ത് പോയിട്ട് അലിക്ക് കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അലിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെമ്മറീസ് അടുത്ത് തന്നെ ഉള്ളൊരു ബേബി ഷോപ്പുണ്ട്, മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ എനിക്ക് സോപ്പ് മേടിക്കാനൊക്കെ കയറിയതാണ്. അപ്പോഴത്തേക്കിനും അവനവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് അതിന് ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു. കൊച്ചു തനിയെ തന്നെ എടുത്ത് വണ്ടിയൊക്കെ ഓട്ടിച്ച് അത് വേണം ഇത് വേണം. അവന് തന്നെ ഫുള്ള് കൺഫ്യൂഷനായി, എന്തെടുക്കണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. പക്ഷേ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബൈക്കാട്ടോ. ഈ ബൈക്ക് അവൻ വിടുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവൻ ഇതിൽ നിന്ന് ഇറക്കാൻ പറ്റ പാട് കുറച്ചൊന്നും ആയിരുന്നില്ല. അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ അന്നേരം അത് വേണം. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പിന്നെ വന്ന് ഇതൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് സമയം അവനവിടെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അതൊക്കെ എങ്ങനെ ഓണാക്കാൻ പഠിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. കൃത്യമായിട്ടത് ഓണാക്കാനും അതിന് ആക്സിലേറ്റർ കൊടുക്കാനും ഒക്കെ അവനറിയാം. അവനതൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. പിന്നെ കുറച്ച് നേരം വാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അവനെ കളിപ്പിച്ച് അവനെ സന്തോഷപ്പെടുത്തിയിട്ടാണ് അതിൽ നിന്ന് ഇറക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് ഇങ്ങ് പോന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.